ഈ നായകൻ്റെ അടുത്താണ് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാകുമ്പോൾ അല്ലെ താങ്കളൊക്കെ ചെയ്തു വെച്ചിരുന്ന സീനുകൾ കാണാൻ ആളുകൾ ഇഷ്ടപ്പെടുമ്പോൾ തിയേറ്ററിൽ കിട്ടുന്നില്ല, പ്രശ്നങ്ങൾ വരും, മാനസികമായിട്ടുള്ള സംഘർഷം വലുതല്ല താങ്കൾക്ക്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പടം ഉണ്ടാക്കിയത്. എനിക്കിപ്പോഴും ഒരു വിശ്വാസമുണ്ട്, നമ്മുടെ ഓഡിയൻസ് കോണ്ടന്റ് ഫോക്കസ്ഡാണ്. അവർ നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധപ്പെടും, സമയമെടുത്താലും ശ്രദ്ധപ്പെടും. വിജയ് സാർ പറഞ്ഞ പോലെ 2 ദിവസം കഴിയട്ടെ, ഒരു കുഞ്ഞിപ്പം ജനിച്ചതേ ഉള്ളൂ, നടന്നു തുടങ്ങട്ടെ. ഞങ്ങളും ആ പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഞങ്ങൾക്ക് നല്ല പോസിറ്റീവ്, പറഞ്ഞ പോലെ ഇതുവരെ കണ്ടവരെല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് തന്നെ തരുന്നത്. അപ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി അതിനൊരു അത് ചെയ്യാനൊരു കാരണമുണ്ടല്ലോ. കാരണം അവർക്ക് റെസനേറ്റ് ചെയ്തു, അവർക്ക് ഈ പടം അവർക്ക് കണക്ട് ആവാൻ പറ്റി. സോ ചിലപ്പം പുതുമുഖങ്ങൾ കൊണ്ടാവാം സമയം എടുക്കുന്നത്, പക്ഷെ നല്ല കോണ്ടന്റ് ആണെങ്കിൽ എപ്പോഴും ഒരു ഓഡിയൻസ് ഉണ്ടായിരിക്കും. അത് ഇവൻച്വലി ഓഡിയൻസിനെ ഫൈൻഡ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സോ ഇപ്പം അത് വിശ്വസിച്ച് ഇരിക്കുക. സോ ലെറ്റ്സ് സീ. ഈ മാർക്കറ്റിംഗിൽ എന്തെങ്കിലും പോരായ്മയായിട്ട് വിജയ് ബാബു തോന്നുന്നു? എനിക്കോ? ഇല്ല, നമ്മൾ ഓരോ സിനിമയ്ക്കും പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടാക്കാറുണ്ട്. ഇതിന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ 360 ഡിഗ്രീസ് മാർക്കറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഹൈദരാലി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ മാർക്കറ്റിങ്ങിലല്ല പ്രശ്നം. നമ്മുടെ ഒരുപാട് ക്ലട്ടർ വന്നിട്ടുണ്ട് അല്ലേ. ഒരു 3-4 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യമല്ല മൊത്തത്തിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ളത്. ഒരാൾക്ക് ഒരു ആയുസ് മൊത്തം ഇരുന്ന് കണ്ടാലും കണ്ട് തീരാൻ പറ്റാത്ത അത്രയും കണ്ടന്റ് ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. അപ്പോഴാണ് ഇത്രയും പ്ലാറ്റ്ഫോംസ്, ഇത്രയും യൂട്യൂബിലൊക്കെ ഓരോ മണിക്കൂറും ഒരു 1000കണക്കിന് മലയാളം കണ്ടന്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ളത്. അപ്പോൾ ആ ക്ലട്ടറിലൂടെ നമ്മൾ ഒരു പുതുമുഖങ്ങളുള്ള സിനിമ അല്ലെങ്കിൽ ടോട്ടൽ പുതുമുഖങ്ങളായിട്ടുള്ള സിനിമ എത്തിക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയുന്ന ഹോർഡിങ്സ്, പ്രിന്റ്, റേഡിയോ, ഇതെല്ലാം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഈ സിനിമയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ മാർക്കറ്റിംഗ്, പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗ്രൗണ്ട്, ഇത് ചെയ്യാത്ത, അതായത് പറഞ്ഞേ വർഷങ്ങളായിട്ട് മാർക്കറ്റിംഗ് ഏരിയയിൽ വർക്ക് ചെയ്തിട്ട് സിനിമയിൽ വന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ് മാർക്കറ്റിംഗ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ നോളജ് വെച്ച്, എൻ്റെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഞങ്ങളാൽ കഴിയുന്ന ബെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് പണ്ട് പറഞ്ഞിരുന്നു ബുക്ക് ഷോ ഉൾപ്പെടെ പൈസ കൊടുത്തിട്ടാണ് ഏതാ ബുക്ക് ഷോ ഉൾപ്പെടെ പൈസ കൊടുത്ത റിവ്യൂ ചെയ്യുന്നത് പോലെ. അതുപോലെ ഈ തിയേറ്ററിലേക്ക് ആളുകളെ കയറ്റുന്ന പുള്ളി ചെയ്യുന്ന ഒരു ഏജൻസിയുടെ പ്രവർത്തനം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അറിയാലോ, വിശ്വസിക്കുന്നതല്ല, അറിയാം. അത്തരം ഒരു സംഭവം ഇപ്പോഴും നടന്നുകൊണ്ടാണ് എല്ലാ ഏരിയയിലും നടക്കുന്നില്ലേ, എല്ലായിടത്തും. അതിനൊക്കെ ഒരു സിസ്റ്റമായി പോയി. ഇപ്പൊ അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. അല്ല, അങ്ങനെ നമ്മൾ ഒരു ആളുകളെ പുള്ളി ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു, ആളുകളെ ശ്രമിക്കുന്നു. ഫസ്റ്റ് ഡേ ഓബ്വിയസ്ലി ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സാമ്പിളിങ്, അത് ഏത് പ്രോഡക്റ്റിനുള്ള സാമ്പിളിംഗ് ആണ്. ഒരു പുതിയ ഷാമ്പു ഇറക്കിയാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്കൊരു സാമ്പിൾ തരും അല്ലേ, നോക്കൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ അവര് ഇഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരോട് പറയുന്നു നല്ലതാണ് അല്ലേ. ആ സാമ്പിളിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. ദാറ്റ്സ് കോൾഡ് സാമ്പിളിംഗ്. അത് ഫസ്റ്റ് ഡേ. എല്ലാ ദിവസവും അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഡേ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ 100 തിയേറ്ററിലും ഹൗസ്ഫുൾ ആക്കാൻ പറ്റത്തില്ല. അത് ഒരു സിനിമയുടെ എൻറ്റയർ മാർക്കറ്റിംഗ് ബഡ്ജറ്റാണ് അല്ലേ. ആളുകളെ കയറ്റാതെ പറഞ്ഞാൽ നമുക്ക് എത്ര പേരെ എത്ര പേർക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റും. സാമ്പിളിങ്ങിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യും. അത് എല്ലാ സിനിമയ്ക്കും ചെയ്യും. നമ്മൾ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ബിഗ് സ്റ്റാർസ് ഇല്ലാത്ത സിനിമകൾ നമ്മൾ സാമ്പിളിംഗ് ഓഡിയൻസിനെ ഫസ്റ്റ് ഡേ ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡ് ഡേ നമ്മൾ പോയി കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരോട് പറയും. അത് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന മാർക്കറ്റിംഗ് ബഡ്ജറ്റിന്റെ ഭാഗമാണ്. അത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല. 100 തിയേറ്ററിൽ നമ്മൾ ഫുൾ ആളെ കയറ്റണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? പക്ഷെ 1 കോടി രൂപ വേണം ഒരു സിനിമയുടെ. 4 പേരുണ്ടെങ്കിൽ ഷോ നടത്തണമെന്നാണ് റൂള്.
അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഹൈദരാലി എന്നോട് ചോദിച്ച ചോദ്യം, ഞാൻ ഈ മീറ്റിങ്ങിന് ശേഷം എനിക്ക് പറയണം, 22 പേരുണ്ടായിട്ടും ഷോ നടത്താഞ്ഞ് തിയേറ്റർ ഏതാണെന്ന് ഹൈദരാലി എന്നോട് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനവരൊക്കെ ആക്ഷൻ എടുക്കാനായിട്ട് ഞാൻ അസോസിയേഷനോട് പറയും. പക്ഷെ ഈ 22 പേരെ ഞാൻ എവിടെ തപ്പിപ്പോവും? അപ്പൊ അവര് പറയുന്നു ഇല്ല, ഞാൻ പറയുന്നു ഉണ്ട്. ഇത് തന്നെയാണ്. ഐ സെഡ് ഇറ്റ്സ് എ ഗെയിം. ബിക്കോസ് ഷോ നടത്തിയില്ല എന്ന് പറഞ്ഞാലേ അന്യഭാഷാ സിനിമയെ ആ സ്ലോട്ടിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്തും പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നാളെ ഞാനും വലിയ സിനിമയായിട്ട് വരാൻ സാധ്യതയുള്ള പ്രൊഡ്യൂസറാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങനെ ഒരു അതാണ് ഒരു ഗെയിം, ഒരു ഗിമ്മിക്ക് കളിച്ചിട്ട് ആള് കയറിയില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് തരാക്കി ആള് കയറുമ്പോഴത്തേക്ക് അപ്പൊ അങ്ങനെ അതിനെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ ശ്രമമാണ്. പക്ഷെ ഖൽബിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതില് സ്ത്രീകള് ഇത് സ്വീകരിക്കും. അത്ര ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇത്രയും നാളെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിന്ന ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ ജഡ്ജ്മെന്റിന് കുറച്ചെങ്കിലും വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജഡ്ജ്മെന്റിൽ വെച്ച് ഞാൻ പറയുന്നു, ഞാൻ ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിലിംസ് ആണ് കൽബ്. അത് ജനങ്ങളും അതുപോലെ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 2 ദിവസം സമയം ക്ഷമ തിയേറ്ററുകാർ തന്ന് നമുക്കൊന്ന് ശ്രമിച്ചാൽ ഇനിയും കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ പുതുമുഖങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾക്ക് കിട്ടും. ഞാൻ എല്ലാവരും പോകുന്ന ഒരാളല്ല, ഇനിയും ചെയ്യും, അത് വേറെ കാര്യം. എന്നാലും ഒരു സംഭവം വിജയിക്കുമ്പോഴാണല്ലോ 1-2 ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുക. അതാണ്.